നമസ്തേ. ജനക്ഷേമത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യത്തെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അഗ്നിപഥ്. അഗ്നിവീർ റിക്രൂട്ടിങ്ങിലൂടെ യുവതീ-യുവാക്കൾക്ക് സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ കഴിയും. हमारे लिए सेना मतलब 140 करोड़ देशवासियों की आस्था। हमारे लिए सेना मतलब 140 करोड़ देशवासियों की शांति की गारंटी। हमारे लिए सेना मतलब देश की सीमाओं को सुरक्षा की गारंटी। अग्निपथ योजना के जरिए देश ने इस महत्वपूर्ण सपने को एड्रेस किया। अग्निपथ का लक्ष्य सेनाओं को युवा बनाना है। अग्निपथ का लक्ष्य सेनाओं को युद्ध के लिए निरंतर योग्य बनाए रखना है। അഗ്നിപഥ് എന്ന് പറഞ്ഞ പദ്ധതി യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ജനറേഷൻ സി എന്ന് പറയുന്ന നമ്മുടെ ഈ കുട്ടികൾ, യുവജനങ്ങൾ വളരെ ബുദ്ധിയുള്ളവരും വളരെ കായികക്ഷമതയുള്ള കുട്ടികളാണ്. അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ നേഷൻ ബിൽഡിങ്ങിലും അല്ലാതെ ഒരു യുദ്ധം സമയത്ത് യുദ്ധ പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ കുട്ടികളെ ഉപയോഗിക്കാൻ പറ്റും. അവരുടെ ഈ ക്ഷമതകളെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു പദ്ധതിയാണ്. പതിനേഴര വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. അവരാണ് ഇതിൽ ക്വാളിഫൈ ചെയ്യുന്നത്. ഈ കുട്ടികൾ ഒരു 4 വർഷം കൊണ്ട് ഒരു 6 മാസത്തെ ട്രെയിനിങ്ങും 3.5 വർഷത്തെ സേവനവും കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ പൈസ കിട്ടുമെന്ന് മാത്രമല്ല, ഫിനാൻഷ്യലി അവർ സെക്യൂർ ആവുമെന്ന് മാത്രമല്ല, അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ദേശപ്രേമം ഉണ്ടാവും. അതുപോലെ തന്നെ നൈപുണ്യം വർദ്ധിച്ച കുട്ടികളായിട്ടാണ് അവർ പുറത്തു വരുന്നത്. മാത്രമല്ല അവർ ഫിസിക്കലിയും മെൻ്റലിയും ഏതൊരു സാഹചര്യവും ഫേസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് അവരുടെ സേവനവും പരിശീലനവും നടന്നു വരുന്നത്. അഗ്നിപഥ് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ സ്കീമിൻ്റെ പേര്, അല്ലെ ഈ പദ്ധതിയുടെ പേര്. അഗ്നിവീരന്മാർ അവിടെ അതിൻ്റെ അകത്ത് വന്ന് ജോയിൻ ചെയ്യുന്ന ആളുകളെയാണ് അഗ്നിവീരന്മാരെന്ന് പറയുന്നത്. അഗ്നിപഥ് സ്കീം നടപ്പാക്കിയത് സെപ്റ്റംബർ 2022 മുതലാണ്. ഈ ഒരു പദ്ധതിയുടെ കീഴിൽ 6 കാറ്റഗറിയാണുള്ളത്. ഇൻടേക്ക് ഉള്ളത് 6 കാറ്റഗറിയിലാണ്. അതിൽ ആദ്യത്തേതാണ് അഗ്നിവീർ ജനറൽ, രണ്ടാമത്തേത് അഗ്നിവീർ ടെക്നിക്കൽ, മൂന്നാമത്തേത് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ്, നാലാമത്തെ അഗ്നിവീർ ട്രേഡ്സ്മെൻ 10ാം ക്ലാസ്, അഞ്ചാമത്തെ അഗ്നിവീർ ട്രേഡ്സ്മെൻ 8ാം ക്ലാസ്, പിന്നെ അടുത്തത് വനിതകൾക്കുള്ള മിലിറ്ററി സർവീസ് സ്കീം. അപ്പം ഈ ഒരു 6 രീതിയിലാണ് ഇൻടേക്ക് ഉണ്ടാവുന്നത്. 17.5 വയസ്സ് മുതൽ 21 വയസ്സാണ്. ആസ് ഐ സെഡ് ഏർലിയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17.5 വയസ്സ് മുതൽ 21 വയസ്സുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഒരു കോമൺ എൻട്രൻസ് എക്സാം ഉണ്ട്. അതുകൂടാണ്ട് കായിക എക്സാമിനേഷനുണ്ട്. അതിലും അവർക്ക് ജയിക്കേണ്ടി വരും. ആ ക്വാളിഫിക്കേഷൻ ഉണ്ട്. കായിക ശേഷി നോക്കും. അതുകൂടാണ്ട് എക്സാമിനേഷനിൽ പാസ്സായ വ്യക്തികൾക്ക് മാത്രമേ ഈ കായിക ശേഷിക്കുള്ള ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ടീം കേരളത്തിൽ അടൂരിൽ 2800-ൽ പരം കാൻഡിഡേറ്റ്സ് വന്നിരുന്നു.
ഞങ്ങൾ കോളപ്പ് ലെറ്റർ കൊടുത്തിരുന്നു. അതിൽ ഒരു 70% ആൾക്കാരും വന്ന് അറ്റൻഡ് ചെയ്തു. പുറത്തുള്ള സ്ഥലങ്ങൾ, സിറ്റീസിന് പുറത്ത് റിക്രൂട്ട്മെൻറ്റ് ബേസ് അനുസരിച്ച് ഉള്ള പുതിയ ഇനിഷ്യേറ്റീവാണിത്. അതുകൊണ്ട് നാട്ടിൽ ആർമിയെ പറ്റി കുറച്ച് ഇൻഫർമേഷനും കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർമിക്കും കിട്ടും. ആപ്ലിക്കേഷൻ എല്ലാം പോകുന്നത് ഓൺലൈനാണ്, എക്സാം ഓൺലൈനാണ്. പക്ഷേ എക്സാം പാസ്സായി കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റിന് വരുന്നവർ അവർ പേഴ്സണലി വന്ന് ആണ് ടെസ്റ്റ് പങ്കെടുക്കുന്നത്. ഈ ആർമി, നേവി, എയർഫോഴ്സ് ഈ മൂന്നിടത്തും ഓട്ടം, ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ ഓട്ടം കമ്പൽസറിയാണ്. അതിൽ 1.6 കിലോമീറ്ററാണ് ഓട്ടത്തിൻ്റെ ദൈർഘ്യം, കിലോമീറ്ററാണ് ഓടേണ്ടത്. ആർമിക്ക് പുരുഷന്മാർക്ക് 5.3 മിനിറ്റിലാണ്, 5.5 മിനിറ്റിനുള്ളിൽ അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. നേവിക്ക് 6.3, എയർഫോഴ്സിന് 7. അങ്ങനെയാണ് ഓട്ട മത്സരം. പിന്നെ ഇതുകൂടാണ്ട് ആർമിക്ക് തുടരെ 3-4 ഘട്ടത്തിൽ വേറെ സിക്സാക്ക് റണ്ണിങ്, അതുപോലെ തന്നെ ഡിച്ച് ജമ്പിങ് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ എയർഫോഴ്സിനും നേവിക്കും സിറ്റപ്സും പുഷപ്സും സ്ക്വാറ്റ്സും ഒക്കെയാണുള്ളത്. ആർമിക്ക് ഇതുകൂടാണ്ട് പുള്ളപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആർമിക്കും എയർഫോഴ്സിലും നേവിയിലും ഈ മൂന്നിടത്തും വനിതകൾക്കും ഓട്ടം ഉണ്ട്. അവർക്കും 1.6 കിലോമീറ്റേഴ്സ് തന്നെയാണ് ഓടേണ്ടത്. ആർമിയിൽ അവർ 7.5 മിനിറ്റും കൊണ്ടും നേവിയിലും എയർഫോഴ്സിലും 8 മിനിറ്റും കൊണ്ടാണ് അവർക്ക് ഈ ദൂരം ഫിനിഷ് ചെയ്യേണ്ടത്. വനിതകൾക്ക് ആർമിയിൽ പ്രത്യേകിച്ച് പിന്നെ ഉള്ളത് ഒരു ലോങ് ജമ്പാണുള്ളത്. എന്നാൽ നേവിക്കും എയർഫോഴ്സിനും സ്ക്വാറ്റും പിന്നെ സിറ്റപ്സും ആണുള്ളത്. ചുരുക്കത്തിൽ കായികമായിട്ട് അവർക്ക് നല്ല പരിശീലനം ഉണ്ടായിരിക്കണം. എന്നാലേ അവർക്കിത് കറക്റ്റ് ടൈമിലും ആ ഒരു പറയുന്ന സമയത്തും ഈ ഒരു ടെസ്റ്റ് പാസ്സാകാൻ പറ്റത്തുള്ളൂ. ക്വാളിഫൈ ചെയ്യുന്ന ജസ്റ്റ് ഒരു ഓൺലൈൻ പരീക്ഷ പാസ്സായാൽ മാത്രം അവർക്ക് അഗ്നിവീറിൽ ചേരാൻ പറ്റത്തില്ല. अदर सर्विसमैन है तो मैं बचपन से देखते आ रहा हूँ, तो मेरे में पहले से ही जोश है कि वो वर्दी पाना है, वो वर्दी चाहिए, बस वही जुनून से आया मैं। हाँ, मैंने इससे पहले ट्राई किया है, प्रैक्टिस भी पूरा किया था मैं, रिजल्ट आने के बाद से थोड़ा बहुत किया है. ഇപ്പോൾ വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ ഇപ്പോൾ ആർമിയിൽ കയറി AMC ഡോക്ടറാണ്. അവനിപ്പോൾ ട്രെയിനിങ് സെൻറ്ററിലാണ്. ഇവിടെ നല്ലൊരു ട്രേഡാണെന്ന് മനസ്സിലായി. മുൻപ് AMCയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സീനിയേഴ്സ് പറഞ്ഞു നല്ലൊരു ട്രേഡാണ് AMC, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ കയറി കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും. അതുപോലെ മെഡിക്കൽ ഫീൽഡിനോട് കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരുന്നു. ദെൻ ദാറ്റ്സ് വൈ ഐ ചോസ് ദിസ് പൊസിഷൻ. 2022 സെപ്റ്റംബറിലാണ് അത് നടപ്പാക്കിയെങ്കിലും എടുത്തു തുടങ്ങിയത് 2023 മുതലാണ്. ആ സമയം മുതൽ ഇപ്പം വളരെയധികം ആളുകൾ അഗ്നിവീറിന് വരുന്നുണ്ട്. അപ്പം റിക്രൂട്ട്മെൻറ്റ് റാലിയിലെ ഓഫീസർ പറയുന്നത് ചിലപ്പോൾ ഇത് വർദ്ധിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇപ്പോഴാണ് ആളുകൾക്ക് കുറേ കൂടെ ഇതിനെക്കുറിച്ച് മനസ്സിലായി വരുന്നത്. ഇതുകൊണ്ട് അവർക്കൊരു ഫീൽ ഉണ്ടാവുക മാത്രമല്ല, സാലറി ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു 4 വർഷത്തെ സേവനം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഫിനാൻഷ്യലി അവർ വെൽ ഓഫ് ആണ്. തിരഞ്ഞെടുപ്പിലെ സുതാര്യത കൊണ്ട് ശ്രദ്ധേയമാണ് അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി. സായുധ സേനയ്ക്ക് ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും സർവീസ് സമയത്ത് അഗ്നിവീർ സേനാംഗങ്ങൾക്കും ലഭിക്കും. ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷകളും ഇവർക്കുണ്ടാകും. മികച്ച സേവനം കാഴ്ചവെക്കുന്ന 25% പേർക്ക് സൈന്യത്തിൽ സ്ഥിര നിയമനവും ലഭ്യമാക്കും.
साथियों, डिफेंस सेक्टर में रिफॉर्म्स के लिए भी भारत की आर्म्ड फोर्सेस की सराहना करना चाहता हूं। हमारी सेनाओं ने बीते वर्षों में कई साहसिक निर्णय लिए हैं। सेना द्वारा किए गए जरूरी रिफॉर्म्स का एक उदाहरण अग्निपथ स्कीम भी है। $10.04 lakh റുപ്പീസാണ് അവർക്ക് കൺസോളിഡേറ്റഡ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതുകൂടാണ്ട് എല്ലാ മാസവും അവർക്ക് ശമ്പളമുണ്ട്. ഹെൽത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹെൽത്ത് സർവീസസ് എല്ലാം ലഭ്യമാണ്. അതുപോലെ തന്നെ ക്യാൻറ്റീനിലെ സേവനങ്ങളും അവർക്ക് ലഭ്യമാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സായുധ സേനയിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് ഫീലാണുള്ളത് അത് കംപ്ലീറ്റ് ടോട്ടലായിട്ട് അവർക്ക് അവിടെ ലഭ്യമാകുന്നുമുണ്ട്. അത് കൂടാണ്ട് അവർക്കൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതിനകത്ത് അവർക്ക് കോൺട്രിബ്യൂഷൻ ഇല്ല. മറ്റേ ശമ്പളത്തിലും അത് അവർ തിരിച്ചു വരുമ്പോഴും അവർക്കൊരു സേവാനിധിയാണ്. അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് ഇവരിടുകയും ബാക്കി എമൗണ്ട് അത്രയും തന്നെ എമൗണ്ട് ഗവൺമെൻറ് ഇട്ടിട്ടാണ് അവർക്ക് അവർ പിരിഞ്ഞു വരുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന ആ പൈസ. പക്ഷേ ഈ ലൈഫ് ഇൻഷുറൻസിൽ അവർക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അത് പൂർണ്ണമായും ഗവൺമെൻറ് നൽകുന്നതാണ്. അപ്പം सर मेरे फैमिली में पहला आदमी हूँ मैं, पूरा मेरे ख़ानदान में। और मेरे अज्जा जो थे ना तो बहुत लड़े हमारे गांव के लिए, तो मैं देश के लिए लड़ना चाहता हूँ। और मैं शिवाजी महाराज का भक्त हूँ, तो देश के लिए जान देना चाहता हूँ। ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു NCC സ്റ്റുഡൻ്റാണ്. 3 വർഷത്തെ NCC കോഴ്സ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ തന്നെ NCCയിലാണ്. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ആർമി എന്ന് പറയുമ്പോൾ വലിയൊരു മോട്ടിവേഷനാണ്, ഡ്രീം ജോബാണ് ആർമി എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിതേപോലെ NDA അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ പാസ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ CDS ഒന്ന് ഞാനും പാസ്സായി നിൽക്കുന്നു. എനിക്കും ജലന്ധറിൽ വെച്ചാണ് അടുത്ത് SSB ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലി മിക്കവരും ആർമിയിലാണ്. എൻ്റെ ചേട്ടൻ ഇപ്പോൾ ആർമിയിലാണ്. അഗ്നിവീരായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ, അത്യാഹിതം സമ്മതിക്കുകയാണെങ്കിൽ 48 ലക്ഷം രൂപയാണ് അവർക്ക് ഇൻഷുറൻസായിട്ട് ലഭ്യമാകുന്നത്. അപ്പം അതുകൂടാണ്ട് വേറെ ഇത്രയും സേവനം അനുഷ്ഠിച്ചതിൻ്റെ തുകയും ഒക്കെ കൂട്ടി ഒരു 45 lakhs അതും കൂടെ കാണാറുണ്ട്. പെൻഷനില്ല. ആളുകളെ ആംഡ് ഫോഴ്സസിലേക്ക് എടുക്കുകയാണ്. അവരുടെ ഏത് ഫീൽഡിലാണ് അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് അവരെ അതനുസരിച്ച് അവരെ അതാത് സേനയിലേക്ക് എടുക്കും. 25%. ഇത് കൂടാണ്ട് ഇവർ പിരിഞ്ഞു വരുവാണെങ്കിൽ പോലും CISF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതാത് സ്റ്റേറ്റുകളിലെ പോലീസ് ഫോഴ്സസിലുമൊക്കെ ഇവർക്ക് 10% റിസർവേഷനുണ്ട്. പിന്നെ ഏജ് റിലാക്സേഷനും കൊടുക്കുന്നുണ്ട്. അഗ്നിവീരന്മാർ ഇവരുടെ ഈ സേവനം അനുഷ്ഠിച്ച് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവർക്കൊരു കോർപ്പസ് എമൗണ്ട് കിട്ടും. അത് 11.71 lakh റുപ്പീസാണ്. ഒരു 17.5 വയസ്സിൽ ജോയിൻ ചെയ്ത വ്യക്തി ഒരു 21 വയസ്സല്ലേ 22 വയസ്സിൽ പുറത്ത് വരുമ്പോൾ അതിൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടാകുക തന്നെ വലിയ കാര്യം. പിന്നെ അതുകൂടാണ്ട് അവിടുന്ന് അക്വയർ ചെയ്ത സ്കില്ലിൻ്റെ സർട്ടിഫിക്കറ്റ് കാണും ഏത് ഫീൽഡിലായിട്ട്. ഒരു ലീഡിങ് കപ്പാസിറ്റിയാണ് മെയിനായിട്ട് NCC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഈ മോട്ടിവേഷനിലാണ് ഈ ആർമിയിലേക്ക് അതുപോലെ തന്നെ ഈ ആംഡ് ഫോഴ്സിലേക്ക് കയറാനുള്ളൊരു മെയിൻ പ്രചോദനം എന്ന് പറയുന്നത്. പതിനേഴര വയസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 2 വർഷം മുമ്പെങ്കിലും അവർ കായികമായിട്ട് ഭൗതികമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവരതിനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കാലയളവ് അവർ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും രാഷ്ട്രത്തിനും വേണ്ടിയിട്ട് അവർ
മുന്നോട്ട് വരും എന്നാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും സവിശേഷത. ഈ റിക്രൂട്ടിങ്ങിന് സ്റ്റേറ്റിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെ സൈഡിൽ നിന്ന് നല്ല വൻകിട സപ്പോർട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഉള്ള പ്രിപ്പറേഷൻസ്. ഞങ്ങൾക്ക് നല്ല തരത്തിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ തന്നെ മെഡിക്കലിനുള്ള സംവിധാനമുണ്ട്. കാൻഡിഡേറ്റ്സിനെ മുഴുവൻ മെഡിക്കലി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മെറിറ്റ് ലിസ്റ്റിൽ വരുന്നവർ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കോളപ്പ് ലെറ്റർ കൊടുക്കുന്നതായിരിക്കും. സൈനിക സേവനം എന്നതിനപ്പുറം യുവതീ-യുവാക്കളുടെ വ്യക്തിത്വ വികസനവും അഗ്നിവീർ റിക്രൂട്ടിങ്ങിലൂടെ സാധ്യമാകുന്നു. നമ്മുടെ സൈന്യങ്ങളിലെ അംഗബലം വർദ്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്ര സുരക്ഷ കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന അഗ്നിപഥ് പദ്ധതിയിൽ 10,000-കണക്കിന് യുവതീ-യുവാക്കൾ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. सच्चाई ये है कि अग्निपथ योजना से देश की ताकत बढ़ेगी और देश का सामर्थ्यवान युवा भी मातृभूमि की सेवा के लिए आगे आएगा. प्राइवेट सेक्टर और पैरामिलिट्री फोर्सेस में भी अग्निवीरों को प्राथमिकता देने की घोषणाएं की. ടീനേജ് പ്രായത്തിൽ കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഏറ്റവും നല്ല രീതിയിൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഡ്രഗ്സും ഒക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നല്ല കാലത്തിൽ അവർ കൂടുതലും നല്ല ഭക്ഷണം കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ഒരു ഈവൻ ഇഫ് അവർക്ക് അഗ്നിവീർ ആകാൻ പറ്റിയില്ലെങ്കിലും അവർക്കൊരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റും. ആംഡ് ഫോഴ്സസിലെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ട്രെയിനിങ് ആണ് ലഭ്യമാക്കേണ്ടത് അത് മുഴുവനും അവർക്ക് കിട്ടും. കാരണം ഇവരെ പ്രിപ്പയർ ചെയ്യുന്നത് നാളത്തെ ഒരു യുദ്ധം വരുവാണെങ്കിൽ, നാളെ നമ്മുടെ രാജ്യത്തിന് ഒരു യുദ്ധം വരുവാണെങ്കിൽ ഒരു സൈനികൻ എങ്ങനെ പ്രവർത്തിക്കും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഇവരെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ശരിക്കും പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അത് നമുക്കിപ്പം എല്ലാ വർഷവും 50,000 സോൾജേഴ്സും റിട്ടയറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്പോർട്സ്മെൻ, അതുപോലെ തന്നെ വീരനാരികളുടെ പുത്രന്മാർ, വീരനാരികൾക്ക്, അങ്ങനെ ബ്രദേഴ്സിന് അങ്ങനെയുള്ള ഇത് കുറച്ച് റിബേറ്റ്സ് ഉണ്ട്. മാർക്കുകളിൽ കൂടുതൽ കുറവൊക്കെ ഉണ്ട്. നാഷണൽ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ഒരു ലെവൽ മാർക്കുകളുണ്ട്. ആ മാർക്ക് വെച്ച് അവർക്ക് ഒരു ഇളവുകൾ കിട്ടുന്നുണ്ട്. मैं 16 साल का था तभी से मैं प्रिपेयर कर रहा हूँ आर्मी के लिए, क्योंकि मेरा ये बचपन का ड्रीम है. इसलिए പണ്ട് മുതലൊരു ചെറിയൊരു ക്രേസ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഇങ്ങനെ വലുതായി വരും തോറും ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ആദ്യം നേവിക്കാണ് കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം നേവിക്ക് കൊടുത്തിട്ട് കിട്ടിയില്ല. പിന്നെ അത് തന്നെ ആർമിക്ക് ഇതേ ട്രേഡ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. അപ്പോൾ കിട്ടാത്തപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു. ഒരു 6 സംതിങ്ങിനായിട്ടേ കയറിയത്. അപ്പോൾ ആ വാശി വന്നപ്പോൾ ഒന്നും കൂടി പോയിട്ട് നല്ലോണം ട്രെയിൻ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ കയറി. 5-5.5 കയറി.
അഗ്നിവീരന്മാർക്ക് ഒരു വർഷം 30 ലീവുണ്ട്. 30 ദിവസത്തെ ലീവുണ്ടെന്ന് മാത്രമല്ല, ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അസുഖം വരുവാണെങ്കിൽ ആ അസുഖത്തിൻ്റെ അനുസരിച്ച് അവർക്ക് ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് അവർക്ക് അതിൻ്റെ ലീവും ലഭ്യമാണ്. പക്ഷേ ഇവർക്ക് ഈ ക്യാൻറ്റീൻ സൗകര്യങ്ങളൊന്നും ഇത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല. അവർ എക്സ് സർവീസ്മെൻ ആയിട്ട് അവരെ കണക്കാക്കത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണെങ്കിലും ഇവർക്ക് ഈ കിട്ടുന്ന സർട്ടിഫിക്കറ്റും ഇവർക്ക് ഈ ഫിനാൻഷ്യലായിട്ട് കിട്ടുന്ന കാര്യവും അതുപോലെ തന്നെ ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ബേസിക്കലി ദേ വിൽ ബി എന്താ പറയുക, മറ്റുള്ളവരെക്കാട്ടിലും അവരുടെ പ്രായത്തിലെ മറ്റുള്ളവരെക്കാട്ടിലും എന്ത് കാരണവശാലും അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും. ഒരു വെബ്സൈറ്റാണ് ഓരോന്നിന്. ഇന്ത്യൻ ആർമിക്ക് വേറെ വെബ്സൈറ്റ്, നേവിക്ക് വേറെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ എയർഫോഴ്സിന് വേറെ വെബ്സൈറ്റാണ്. അപ്പം joinindianarmy.nic.in ആ ഒരു രീതിയിൽ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയ HTTPS എന്നുള്ളത് വെബ്സൈറ്റിൽ തന്നെ കയറണം. ഇപ്പോൾ ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ നേവിക്ക് joinindiannavy.nic.in, അഗ്നിപത് സ്കീമിൽ എയർഫോഴ്സിൽ HTTPS agnipath.vayu.cdac.in എന്നാണ്. ഇത് മൂന്ന് വെബ്സൈറ്റുകളാണ്. പിന്നെ ഇതിനൊരു ഫീസുണ്ട്. 250 രൂപ കൊടുത്ത് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രൊക്യൂർ ചെയ്തവർ അതിന് അപ്ലൈ ചെയ്യാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫേക്ക് വെബ്സൈറ്റുകളിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് വഞ്ചിതരാവരുത്. റഫ്ലി ഒരു ഏപ്രിൽ മാസത്തിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ ഓരോ ലെവലിലെ എക്സാമിനേഷനും ഒക്കെ ആ വെബ്സൈറ്റിൽ തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടതിനെക്കുറിച്ച് പത്രത്തിൽ വരും. അത് കൂടാണ്ട് ഓരോ ഘട്ടത്തിലും എന്നാണ് ഇത് റാലി നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചും പത്രങ്ങളിൽ വരുന്നതാണ്. ഒരു അഗ്നിവീരൻ വീരമൃത്യു അണിയാണെങ്കിൽ അദ്ദേഹത്തിന് 48 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നത്. അതുകൂടാണ്ട് ഒരു എക്സ് ഗ്രാഷ്യൻ 44 lakh rupees അഡീഷണലായിട്ട് അവർ കൊടുക്കും. ഇത് സേവാനിധിയുടെ ത്രൂ ആണ് അവർക്ക് കിട്ടുന്നത്. അതുകൂടാണ്ട് ഡിസേബിലിറ്റി, ഏതെങ്കിലും കാരണവശാൽ ഡിസേബിലിറ്റി ഉണ്ടാവുകയാണ്. അപ്പോൾ ഓരോ ശതമാനം അനുസരിച്ച് 100% ആണെങ്കിൽ 44 ലക്ഷം രൂപ, 75% ഡിസേബിലിറ്റി ആണെങ്കിൽ 25 ലക്ഷം രൂപ, 50% ആണെങ്കിൽ 15 ലക്ഷം രൂപ. അത് അത്രയും ആ വ്യക്തിക്ക് ലഭ്യമാകുന്നതാണ്. അപ്പം ഈ രീതിയാണ് അവരുടെ കോമ്പൻസേഷനൊക്കെ ഉള്ളത്. കേരളത്തിൽ ധാരാളം ആളുകൾ, ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ധാരാളം പേര് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പം പറയുന്ന അടുത്ത വർഷമൊക്കെ ചിലപ്പം 80,000 പേര് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു നല്ല പ്രതികരണമാണ് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ പേര് അഗ്നിവീരന്മാരാവാനായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് കുറേ കൂടെ അവർ ബോധവാന്മാരായി, ഇതിൻ്റെ നന്മയെക്കുറിച്ച് അവർ കുറേ കൂടെ മനസ്സിലാക്കി, ഇതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് അവർ കുറേ കൂടെ മനസ്സിലാക്കിയോണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് റാലീസ് വളരെ നല്ല റഷുണ്ട്. റിക്രൂട്ട്മെൻറ്റ് റാലീസും കുറേ കൂടുതൽ പേര് ഇതിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പദ്ധതികളാണ് ഇനിയുള്ള പുതിയ തലമുറയ്ക്കെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു ഫ്ലഡ് വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ലാൻഡ് സ്ലൈഡ് വരുമ്പോഴും ഒക്കെ നമ്മുടെ യുവജനങ്ങളെ കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് ആ പരിസ്ഥിതികളിൽ
ഒരുമിച്ച് വന്ന് രക്ഷയ്ക്ക് വരുന്നത്. അവർക്ക് പോസിറ്റീവ് എനർജി ഒത്തിരി ഉണ്ട്, പക്ഷെ അവരെ അങ്ങോട്ടേക്ക് ഒന്ന് മോൾഡ് ചെയ്ത് വിടുവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ അഗ്നിപത് സ്കീം അല്ലെങ്കിൽ അഗ്നിവീരന്മാരായി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ട് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കര, നാവിക, വ്യോമസേനകളിൽ അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലികൾ അഗ്നിപഥ് റിക്രൂട്ടിങ്ങിലൂടെ ലഭ്യമാക്കുന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ് സൈനിക സേവനം. അത് കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാകുന്നതോടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു അജയ്യ ശക്തിയായി വളരാൻ രാജ്യത്തിന് സാധിക്കും. അഗ്നിപഥ് പദ്ധതിയിലൂടെ കഴിയുന്നത്ര യുവതീ യുവാക്കൾ സൈന്യത്തിൽ അണിചേരുക. രാഷ്ട്രസേവനം മുഖമുദ്രയാക്കി നമുക്ക് മുന്നേറാം. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. നന്ദി, നമസ്തേ.